റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക്, എനിക്ക് ആരെങ്കിലും ഉറപ്പ് നൽകുകയാണെങ്കിൽ അവൻ്റെ ഈ ചുണ്ടിൻ്റെ ഇടയിലുള്ളതായ ആ അവയവത്തെ ഞാൻ സംരക്ഷിക്കാം, അതിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം, അതിനെ ഞാൻ സംരക്ഷിക്കാം, അത് അള്ളാഹ് കൽപ്പിച്ച രൂപത്തിലല്ലാതെ അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തൂല എന്ന് ഒരാൾ ഉറപ്പ് തരികയാണെങ്കിൽ, അതുപോലെ എല്ലില്ലാത്ത വേറൊരു അവയവം, അതേതാണ്, 2 തൊടയുടെ മധ്യത്തിലുള്ളതായ അവയവം, ആ അവയവത്തെയും സൂക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടതുപോലെ അഭിമാനത്തെ സംരക്ഷിക്കാം, അള്ളാഹു അനുവദിച്ചതിലല്ലാതെ അതിനെ ഉപയോഗിക്കൂല എന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, അവന് ഞാൻ ഉറപ്പ് നൽകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്, റസൂലുള്ളാഹിന്റെ പോക്കറ്റ് എന്ന് പറയല്ല, വഹിയാണത്. എന്താണ്? അദ്മനു ലഹുൽ ജന്ന, സ്വർഗത്തിൽ അവന് പോകാമെന്ന്, സ്വർഗം അവന് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഒരു സത്യവിശ്വാസി ഈ 2 സാധനത്തെ ശരിക്ക് സംരക്ഷിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നാവിനെ സംരക്ഷിക്കുമെന്നവൻ തൗഹീദിന്റെ ഉടമകളായി മാറുന്നതാണ്, ഉടമയായി മാറുന്നതാണ്. അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്നവൻ അള്ളാഹു വിരോധിച്ചതായ മഹാപാപമാകുന്ന വൻദോഷങ്ങളിൽ നിന്നിട്ട് മുക്തനായി മാറുന്നതാണ്. അതുപോലെയുള്ള ആ പുരോഗതി പ്രാപിക്കാനുള്ള ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ നാവിലൂടെ നേടിയെടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ശൈലി. അതുകൊണ്ടാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇസ്ലാമിൻ്റെ നിർബന്ധമായ ബാധ്യതകളൊക്കെ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അഫല അദുല്ലുക അലാ മിലാകി ദാലിക കുല്ലി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ഭാഗം ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ റസൂലുള്ളാഹിനോട് മുആദ് പറഞ്ഞു, അതേ റസൂൽ, എന്താണത്? ഇതുവരെ പറഞ്ഞ ആ നന്മകളെല്ലാം ഉൾക്കൊള്ളുന്ന അതിൻ്റെ സത്ത ഏതാണ്, അതിൻ്റെ ഏറ്റവും മെയിൻ ഭാഗം ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഉഫ്ഫ അലൈക ഹാദാ, ഈ എല്ലില്ലാത്ത സാധനമുണ്ടല്ലോ, അതിനെന്ത് ശരിക്ക് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ അത്ഭുതപ്പെട്ടു, അത് അത്രയും അപകടത്തിലേക്ക് ചെന്ന് ചേർക്കുന്നതാണോ? മറുപടി, അഫയകുബ്ബുന്നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, വേറൊരു പൊട്ടലു അലാ ഉജൂഹിം, നരകത്തിലേക്ക് മനുഷ്യന്മാരെ വലിച്ചെറിയപ്പെടുമോ എന്തല്ലാതെ ഹസായിദ് അൽസനത്തിൽ കൂടിയല്ലാതെ വലിച്ചെറിയപ്പെടുമോ? ഹസായിദ് അൽസനത്ത് ഫായിലാണ് കേട്ടോ. അപ്പോൾ ഹസായിദ് അൽസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാവിലൂടെ വരുന്നതായ ആ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, കളവുകൾ, ഗീബത്തുകൾ, നമീമത്തുകൾ, പരദൂഷണങ്ങൾ, ഏഷണികൾ, ആക്ഷേപങ്ങൾ, ചീത്ത വാക്കുകൾ, ഇന്ന് മദീന ഇമാം നീട്ടി വലിച്ച് പറഞ്ഞ ആ നാവിലൂടെ വരുന്നതായ തെറ്റുകളുണ്ടല്ലോ, ആ കള്ള സത്യങ്ങൾ, കള്ള സാക്ഷികൾ, എല്ലാം ശിർക്കിന്റെ വശങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തതായ ഭാഗങ്ങൾ, അതൊക്കെ വളരെ നീട്ടി വലിച്ച് പറയേണ്ട ഭാഗമാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞു കളയാം. അൽ-ഇസ്തിആന ബിഗൈരില്ലാ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ ആ നാവിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കൽ മഹാ അപകടമാണ്. അതുപോലെ തന്നെ സബ്ബ് ദഹർ നാം സാധാരണ പറയാറുള്ളതാണ്. എന്തൊരു കാറ്റ്, അല്ലെങ്കിൽ എന്തൊരു ചൂട്, എന്തൊരു തണുപ്പ്, ഇതൊക്കെ എന്തിനെ പറയലാണ്? യഥാർത്ഥത്തിൽ കാലത്തെ കുറ്റം പറയാണ്. അള്ളാഹു ചെയ്തു തരുന്നതായ പരീക്ഷണങ്ങളിൽ തസഹത്തുണ്ടാവുക, നാവ് കൊണ്ട് എന്തൊരു എന്തൊരു പ്രയാസം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക, ഷിട്ടികളെ കൊണ്ട് സത്യം ചെയ്യുക, ഷിട്ടികൾ ആരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് ആരെ കൊണ്ട് സത്യം ചെയ്യും? ഷിട്ടികൾ അങ്ങനെയില്ല. ഷിട്ടികളോട് പറഞ്ഞത്, ഷിട്ടികൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കഅബത്തെ കൊണ്ടുവരേക്കും സത്യം ചെയ്യാൻ പാടില്ല. ചില നാടുകളിൽ അത് തന്നെ പതിവായി മാറിയിരിക്കുകയാണ്. അറബി രാഷ്ട്രങ്ങളിൽ, സൗദി അറേബ്യ അല്ലാത്ത പല നാടുകളിൽ, ഞാൻ സന്ദർശിച്ച നാടുകളിൽ ഞാൻ കേട്ട് പരിചയമുള്ളതാണ്. അവിടെയൊക്കെ എന്ത് പറയുമ്പോഴും ഹയാത്തക്ക, നിന്റെ ജീവനെ തന്നെയാണ് സത്യം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന കാണാം ഓരോ വ്യക്തികളും സംസാരിക്കുമ്പോൾ. അങ്ങനെയുള്ള നാടുകളൊക്കെ നമ്മുടെ പരിസരത്തിലുണ്ട്, അറിവില്ലാത്തവർ. അതൊക്കെ യഥാർത്ഥത്തിൽ ഒന്നബി എന്ന് പറയുന്ന കാണാം. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒന്നബി കൂട്ടും. ഒന്നബി എന്ന് പറഞ്ഞാൽ നബിയെ തന്നെയാണ് സത്യം, മനസ്സിലായില്ലേ? നബിയെ തന്നെയാണ് സത്യം. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഹദ്റത്ത് വെച്ചിട്ട് ഒരാൾ അങ്ങനെയുള്ള സത്യവചനം പറഞ്ഞപ്പോൾ അദ്ദേഹം കർശനമായ ഭാഷയിൽ എതിർത്ത സംഭവം ഞാൻ ഓർക്കുകയാണ്. എതിർത്തിട്ട് അദ്ദേഹം, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഈ ഉപദേശിച്ച ഉപദേശത്തിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കി പാടില്ല, അതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടു നിൽക്കാത്ത വല്ലാഹി അള്ളാഹിനെ തന്നെയാണെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇതൊക്കെ കേട്ട ശേഷം ഒന്നബി, നബിയെ തന്നെയാണ് സത്യം, ഞാൻ ഇനി അത്ര കാര്യം ചെയ്യില്ല, അദ്ദേഹത്തിന്റെ ചോരിൽ ഒഴുകുകയാണ് ആ തെറ്റ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഉപദേശം ഇബ്നു ബാസ് കേട്ട ശേഷം
അത് സമ്മതിച്ചു, ഞാൻ ജീവിതത്തിൽ പകർത്താമെന്ന് പറയുമ്പോൾ അത് തന്നെ പറഞ്ഞിട്ടാ പകർത്താമെന്ന് പറഞ്ഞത്. ഏത്? ആ നബിയെ കൊണ്ടുള്ള സത്യവചനം ചൊല്ലിയിട്ടാണ് ഞാനത് പകർത്താം എന്ന് അദ്ദേഹം പറഞ്ഞു പോയത്. അങ്ങനെ സദസ്സ് മുഴുവനും പൊട്ടിച്ചിരിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ അപകടങ്ങൾ നമ്മുടെ നാവിലൂടെ വരുന്നത് യഥാർത്ഥത്തിൽ സാധാരണ അപകടങ്ങളല്ല. അതിലൂടെ ഒരു പക്ഷേ റസൂല് മുആദിനോട് പറഞ്ഞതുപോലെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ മാത്രമുള്ളതായ അപകടമായിരിക്കും ഈ ചെറിയ അവയവമായ നാവിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്യേണ്ടതായ ഒരു സാധനമാണ് നാവ്.